ചെറുപ്പക്കാരുടെ ആഗ്രഹമല്ലേ മോഡിഫിക്കേഷനൊക്കെ. എന്നാൽ പിന്നെ അതങ്ങ് നിയമപരമാക്കി തന്നേക്കാം. അപകടകരമല്ലാത്ത എല്ലാ മോഡിഫിക്കേഷൻസും ലീഗലാക്കും എന്നതും UDF മുമ്പോട്ട് വെച്ച വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു. UDF അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രിയായി VD സതീശൻ ചുമതലയേറ്റു. അപ്പോൾ വാഗ്ദാനങ്ങൾ ഓരോന്നും ആൾക്കാർ ആവശ്യപ്പെടാൻ തുടങ്ങുന്നത് സ്വാഭാവികം. അതിൽ ഇപ്പോൾ ചൂടുപിടിച്ച് നിൽക്കുന്നത് മോഡിഫിക്കേഷനാണ്. കാത്തിരുന്ന് ഒടുവിൽ 18 തരം മോഡിഫിക്കേഷൻസ് അനുവദിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നു. അത് ഏതൊക്കെയാണെന്ന് ആകാംക്ഷയോടെ അന്വേഷിച്ച ചെറുപ്പക്കാർക്ക് നിരാശയായിരുന്നു ഫലം. പോരാത്തതിന് മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചെന്ന വിമർശനവും അവിടെ കേൾക്കാൻ തുടങ്ങി. മോഡിഫിക്കേഷന് പകരം നിലവിൽ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്തത് എന്ന രീതിയിലായി പൊതു അഭിപ്രായം. സീറ്റ് കവർ, സ്റ്റിയറിംഗ് വീൽ കവർ, GPS ട്രാക്കർ, ഫ്ലോർ മാറ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇൻറ്റീരിയർ ആംബിയൻ ലൈറ്റിംഗ്, ടോ ഹുക്കുകൾ, ഡാഷ് ക്യാമറ, റൂഫ് കാരിയറുകൾ, റിവേഴ്സ് ക്യാമറ, 50% സുതാര്യമായ സൺഫിലിം, പാർക്കിംഗ് സെൻസർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ക്രോം ഗാർണിഷ്, മഡ് ഫ്ലാപ്പുകൾ, ഡോർ വൈസറുകൾ, അഡീഷണൽ സ്പീക്കറുകൾ, ബോഡി സ്റ്റിക്കറുകൾ എന്നിവയാണ് ആ 18 എണ്ണം. നമ്മളിൽ പലർക്കും മുമ്പ് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാവും ഇതൊക്കെ. അതായത് ഒരു മോഡിഫിക്കേഷൻ അല്ല, മറിച്ച് ചെറിയൊരു മോടി പിടിപ്പിക്കൽ എന്ന രീതിയിൽ നമ്മൾ കണ്ടിരുന്നവയാണ് ഇതിൽ ഭൂരിഭാഗവും. RCയിൽ മാറ്റം വരുത്തി ചെയ്യാവുന്നവ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൂടി തന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ നിറം മാറ്റൽ, എൻജിൻ മാറ്റൽ, LPG CNG കിറ്റ് വയ്ക്കൽ, ഇലക്ട്രിക് ആക്കി മാറ്റൽ, ഭിന്നശേഷി സൗഹൃദമാക്കൽ എന്നിവയാണവ. ഇതിൽ പറയുന്നവയും പലതും സാധാരണയായി നിയമപരമായി ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതുമായ കാര്യങ്ങളാണ്. വാഗ്ദാനം നടപ്പിലാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് ആ മോഡിഫിക്കേഷൻസ് എല്ലാം അങ്ങ് അനുവദിച്ചൂടെ? ചെറുപ്പക്കാർ കൂടെ നിൽക്കുമല്ലോ. എന്നാൽ ഇവിടെ കൂടെ നിൽക്കാനുള്ളത് ചെറുപ്പക്കാരല്ല, നിയമമാണ്. ഇന്ത്യയിൽ വാഹന മോഡിഫിക്കേഷനെ നിയന്ത്രിക്കുന്ന നിയമം മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 52ഉം 2019 മോട്ടോർ വെഹിക്കിൾ അമെൻമെൻറ്റ് ആക്ടുമാണ്. വാഹനത്തിൻ്റെ അടിസ്ഥാന ഘടനയെയോ നിർമ്മാതാവിൻ്റെ സവിശേഷതകളെയോ മാറ്റുന്ന ഏതൊരു പരിഷ്കരണവും നിയമം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അവ പാലിക്കാത്തതിന് കടുത്ത പിഴകൾ ലഭിക്കും. ആർട്ടിക്കിൾ 254(2) പ്രകാരം ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര നിയമത്തെ മറികടക്കാൻ സാധിക്കും. അതിന് സംസ്ഥാന സർക്കാർ ഒരു ഭേദഗതി ബിൽ നിയമസഭയിൽ പാസ്സാക്കുകയും അത് കേന്ദ്ര നിയമത്തിനെതിരായതിനാൽ അത് പ്രസിഡന്റ് ഒപ്പുവെക്കുകയും വേണം. അതിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ ആവശ്യമറിയിച്ച് കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കേരള സർക്കാർ ആവശ്യമറിയിച്ചാൽ കൺവിൻസ് ആവുന്നതാണോ നമ്മുടെ കേന്ദ്ര സർക്കാർ?